ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധി ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പ് തുറക്കുന്നുണ്ട്. ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് തൻ്റെ അമ്മയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അത് വളരെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം വന്നെത്തി. ചന്ദ്ര രേവതിയുടെ അമ്മയെ ക്ഷണിക്കാൻ മറന്നെങ്കിലും വർഷയുടെ അമ്മയെ ക്ഷണിക്കാൻ മറന്നിട്ടില്ല. അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട ആളുകളെല്ലാം വന്നിട്ടുണ്ട്. വർഷയുടെ അമ്മ വന്നതും ചന്ദ്ര ഓടിച്ചെന്ന് ക്ഷണിക്കുന്നുണ്ട്. വരൂ, ഓടി വരൂ, നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് ഉദ്ഘാടനം റിബണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അകത്ത് പ്രവേശിക്കുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു ഷോപ്പാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രവി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ രേവതിയുടെ അമ്മയെ ക്ഷണിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രേവതിയുടെ അമ്മ വന്നിട്ട് എന്താ കാര്യം, അവർ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വർഷയുടെ അമ്മയെ ക്ഷണിച്ചാൽ അവർ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനം വാങ്ങിക്കും, അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന രേവതിക്ക് വിഷമാവുന്നുണ്ട്. രേവതി അങ്ങ് മാറി നിൽക്കുകയാണ്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്തായാലും ഷോപ്പിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിക്കണ്ടേ, ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനം വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ തനിക്ക് ആവശ്യമുള്ള ഒരു മിക്സി സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ മിക്സിയും കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട് ചന്ദ്ര നിൽക്ക്, നീ ഇതെങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ വീട്ടിൽ മിക്സി കേടുവന്നിരിക്കണു, അപ്പോൾ ഒരു മിക്സി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര അതിൻ്റെ റേറ്റാണ് നോക്കുന്നത്. ഒരു 5000 രൂപ പോലും ഇല്ല, ഈ മിക്സിയാണോ നീ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ആദ്യത്തെ കച്ചവടം രാശിയുള്ള കൈകൊണ്ടായിരിക്കണം ആദ്യം വാങ്ങിക്കേണ്ടത്, എങ്കിലേ ഈ കട നന്നായി പോകത്തുള്ളൂ, നീ അവിടെ നിൽക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധി വർഷയുടെ അമ്മ ഒരു 1.5 ലക്ഷം രൂപയുടെ AC സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലിടാനായിട്ട് തിരക്ക് പിടിച്ചു പോവുക. അങ്ങ് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ രേവതി അങ്ങ് മാറ്റി നിർത്തി അങ്ങ് ബില്ല് കൗണ്ടറിലേക്ക് പോകുന്നുണ്ട്. പിറകെ തന്നെ ചന്ദ്രയും വെച്ച് പിടിക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപ വർഷയുടെ അമ്മ അങ്ങ് പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളുകയാണ്. നമ്മുടെ സുധിക്കാണെങ്കിലും കുറച്ച് അഹങ്കാരം അങ്ങ് കൂടുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ അച്ചമ്മ ഇരിക്കുന്നുണ്ട്. വർഷയുടെ അമ്മ ബില്ലിട്ട് സാധനം വാങ്ങിച്ചങ്ങ് പോയപ്പോഴേക്കും അച്ചമ്മ വേഗം വരുന്നുണ്ട്. കഴിഞ്ഞല്ലോ, ഫസ്റ്റ് കച്ചവടം രാശിയുള്ള ആളെ കൊണ്ട് തന്നെ ചെയ്യിച്ചില്ലേ, ഇനിയെങ്കിലും രേവതി മോളൊരു മിക്സി എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ബില്ലിട്ട് കൊടുക്കുക എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന സുധി പറയുന്നുണ്ട്, അല്ല വർഷ കുറേ നേരമായല്ലോ ഒരു സാധനം കൈ പിടിച്ച് നിൽക്കുന്നു, അതിൻ്റെ ബില്ലിടട്ടെ ആദ്യം എന്ന് പറയുകയാണ്. വർഷ ഒരു ഹെയർ ഡ്രയർ എടുത്തിരിക്കുകയാണ്. അച്ചമ്മക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, അതേ, രേവതി മോളും ക്യാഷ് തന്നിട്ട് തന്നെയാണ് ഇത് മേടിക്കുന്നത്, ഓസിക്കല്ല. മോളല്ലേ ആദ്യം ഇവിടെ വന്ന് നിന്നത്, നീ ആദ്യം രേവതി മോൾ വാങ്ങിച്ച സാധനത്തിന് ബില്ലിട് എന്നിങ്ങോട്ട് പറയാണ്. അച്ചമ്മ പറയുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ നിഷേധിക്കാനും പറ്റുന്നില്ല. വേഗം അവൻ ബില്ലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചമ്മ ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. മാറ്റി നിർത്തി അങ്ങ് സംസാരിക്കുകയാണ്. നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രേ, നീ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല. പിന്നെ നീ നിൻ്റെ മരുമക്കളെയും മക്കളെയും ഒരുപോലെ കാണണം. നിന്നോട് ഞാനത് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാ. നീ നിൻ്റെ സുധിക്ക് കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, അത് ശരിയല്ല. പിന്നെ എൻ്റെ പഴയ സ്വഭാവം നീ ഇവിടെ തിരിച്ചെടുക്കാൻ വരരുത്, മനസ്സിലായോ? എനിക്കിപ്പോൾ ഇത്രയും വയസ്സായല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നങ്ങ് ഒതുങ്ങിക്കുകയാണ്. എൻ്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കണോ എന്നിങ്ങനെ ചോദിക്കുക. ചന്ദ്രയ്ക്ക് ഒരു ചമ്മലാവുന്നുണ്ട്. അമ്മ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സുധി തനിക്ക് കിട്ടിയ ക്യാഷെല്ലാം എണ്ണി നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ക്യാഷ് എങ്ങനെയുണ്ട് കച്ചവടം എന്ന് ചോദിക്കുകയാണ്. സുധി പറയുന്നുണ്ട്, കുഴപ്പമില്ലാത്ത വരുമാനം ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് പോകുകയാണെങ്കിൽ കുറച്ച് ഷോപ്പ് കൂടി നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് വലുതാക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, നിന്നെ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കാണാനാണ് എനിക്ക് മോഹമുണ്ടായിരുന്നത്, എന്തായാലും അത് സാധിച്ചല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നീ കാരണമാണെങ്കിലും എനിക്കിത് സാധിച്ചല്ലോ, എൻ്റെ സ്വപ്നം ഇത് തന്നെയായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് അവിടെ നിന്നായിരുന്ന ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട്, എല്ലാ സ്റ്റാഫിനെയും ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറയാട്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരോടായി പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന അവരെല്ലാവരും ഒന്ന് അമ്പരക്കുക. ഇത് പിന്നീട് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളെല്ലാം പ്രായമായവരാണ്,
നിങ്ങൾ എൻ്റെ ഓഫീസിന് എൻ്റെ ഇവിടെ വർക്ക് ചെയ്യാൻ ശരിയാവത്തില്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കുറച്ച് പ്രായം കുറഞ്ഞവരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏജ് കുറഞ്ഞ കുട്ടികളെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങ് വിളിക്കുകയാണ്. അവരെല്ലാവരും ജോലിക്ക് കയറുന്നുണ്ട്. പാവപ്പെട്ട ആ സ്റ്റാഫ് അവർ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ എത്രയോ വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാ. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഞങ്ങളോട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി അവരെ അങ്ങ് മാനം കെടുത്തു കേട്ടോ. നിങ്ങളിവിടുന്ന് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, എൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ നിങ്ങൾ ശരിയല്ല എന്ന് തന്നെ പറയുകയാണ്, തുറന്ന് പറയാണ്. ശ്രുതി തൻ്റെ അഹങ്കാരം അങ്ങ് കാണിക്കുകയാണ് അവരുടെ മുന്നിൽ. വൈകിട്ട് ക്ഷീണിച്ചുകൊണ്ട് കയറി വരികയാണ് ശ്രുതിയും കൂടെ വീട്ടിലേക്ക്. ഇത് കാണുന്ന ചന്ദ്ര ഓടി വരുന്നുണ്ട്. അവിടെ നിൽക്കും മോനെ, നിങ്ങളുടെ മേലെ ആരുടെയെങ്കിലുമൊക്കെ കണ്ണ് തട്ടിയിട്ടുണ്ടാവും, അമ്മ ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞിടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞിട്ടിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. എന്നാൽ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. അവൻ പെട്ടെന്ന് അകത്ത് കയറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അങ്ങ് സെറ്റിയിലേക്കിട്ട് സെറ്റിയിൽ കയറി അങ്ങ് കിടക്കുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ്. ഇത് കണ്ട് രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ ഇവനിത് എന്തു പറ്റി? കണ്ടോ ചന്ദ്രേ, ഇത്രയും ദിവസം ഒരു ജോലിയും ചെയ്യാണ്ടിരുന്നേ പെട്ടെന്ന് ജോലിക്കങ്ങ് പോക്ക് തുടങ്ങിയപ്പോൾ അവനക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടതും ചന്ദ്രയ്ക്കും ശ്രുതിക്കും വല്ലാതെ ചമ്മലാവുന്നുണ്ട്. ചന്ദ്ര ഓടിച്ചെന്ന് ശ്രുതി എങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. എടാ ശ്രുതി മോനെ എണീക്കടാ, നിനക്കിത് എന്ത് പറ്റി? ശ്രുതി എഴുന്നേറ്റിരുന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കുക കേട്ടോ. വേഗം നമ്മുടെ ശ്രീകാന്ത് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചുകൊണ്ട് അവനിങ്ങനെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുക. എല്ലാവരും അവനെ തന്നെ സൂക്ഷിച്ചിങ്ങനെ എന്ത് പറ്റി ഇവനക്ക് എന്നുള്ള മട്ടിൽ നിൽക്കുവാണല്ലോ. അത് അമ്മേ, അവിടെ ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും സംസാരിച്ച് എൻ്റെ വായൊക്കെ ഇങ്ങനെ വേദനിക്കുന്നു, കടയുന്നു, ഭയങ്കര ക്ഷീണം അമ്മേ എന്ന് പറയാണ്. എങ്കിൽ മോൾ ചെല്ല്, ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ റൂമിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇങ്ങനെ ശ്രുതി അവനെ വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വാ ശ്രുതി, എഴുന്നേൽക്കെന്ന് പറയുന്ന സമയത്ത് നീ ചെല്ല് ശ്രുതി, ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ, ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രയും വന്ന് ഭക്ഷണം കഴിക്കാനായി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി എഴുന്നേൽക്കുന്നില്ല. ശ്രുതി അങ്ങനെ കിടന്നുറങ്ങാനുള്ള മട്ടാണ്. റൂം എങ്ങാനും നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ആൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. അത് ശ്രുതിയോട് തുറന്നു പറയുന്നുണ്ട് ശ്രുതി. എടി ശ്രുതി, ഞാനിവിടെ കിടക്കട്ടെ, നീ ചെല്ല്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാനിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റാലേ ആ സച്ചി ഇവിടെ വന്ന് കിടക്കും, എനിക്ക് ഭയങ്കര ക്ഷീണ, എനിക്ക് അവിടെ ഹാളിൽ കിടന്നാലേ ഉറക്കം വരില്ല, ഈ ബെഡിൽ കിടന്നാലേ ഉറക്കം വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. എന്നാൽ ഇവനിങ്ങത്ത് ഇറങ്ങി റൂമിൽ നിന്ന് പോയിട്ട് വേണം അകത്ത് കയറി കിടക്കാനെന്നുള്ള ഉദ്ദേശത്തിൽ സച്ചി ഇങ്ങനെ ഒരു തലയണയും പിടിച്ച് ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ്. നമ്മുടെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, അവർ ഉറങ്ങി, ശ്രുതി ഉറങ്ങിയിരിക്കണോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുക. സച്ചിക്ക് ദേഷ്യം വരികയാണേ. ഉറങ്ങിയെങ്കിലേ അങ്ങ് ഉണർത്ത്, എന്നിട്ടിങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ പറയും, ഞങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറയാണ്. എന്നാൽ ശ്രുതി ഡോർ അടച്ചങ്ങ് അകത്തേക്ക് പോവുക. സച്ചിക്ക് ദേഷ്യം വന്ന് ഡോറിൽ തട്ടി വിളിക്കുക, നല്ല ശക്തിയായി തട്ടുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് വന്ന് ഡോറ് തുറന്നിട്ട്, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഉറങ്ങി, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നു, ഉറങ്ങുന്ന ആളെ എങ്ങനെ എഴുന്നേൽപ്പിക്കാനാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്ത്, ഞാൻ അകത്ത് കിടക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്തെ റൂമിൽ കിടന്നിരുന്ന ചന്ദ്രയും രവിയും എഴുന്നേറ്റ് വരുന്നുണ്ട്. രവി കാര്യം തിരക്കുന്നുണ്ട്. അച്ഛാ നോക്കി അച്ഛാ, ഇന്ന് ഞങ്ങളല്ലേ ഈ റൂമിൽ ഉറങ്ങേണ്ടത്, പക്ഷേ അവൻ പുറത്തിറങ്ങുന്നില്ല, ഉറങ്ങിയെന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുക അവൻ എന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് രവി പറയുന്നുണ്ട്, അവൻ എന്തായാലും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, അവനക്ക് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ സച്ചി, നീ ഇവിടെ ഞങ്ങളുടെ റൂമിലേക്ക് കിടന്നോ, ഞങ്ങൾ ഒരു ദിവസം ഹാളിൽ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് രവി ഇങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കുകയാണ്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഈ ഹാളിലൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് പറയാട്ടോ. എന്നാൽ സച്ചി പെട്ടെന്ന് അച്ഛനെ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ വേണ്ട, ഹാളിലെല്ലാം പൊടിയാണ്, അച്ഛന് വല്ല സൂക്കടും വരും, അച്ഛൻ അകത്ത് കിടന്നോ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാളിലൊക്കെ തന്നെയല്ലേ കിടക്കാറ്, ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഞങ്ങൾ ടെറസിൽ പോയി കിടന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി ടെറസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ രേവതി പായെല്ലാം വിരിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. സച്ചി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര സങ്കടം, ഇത്തവണ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ എന്നോട് ക്ഷമിക്കണം,
എന്തിനാ നിങ്ങളിങ്ങനെ ക്ഷമ പറയുന്നത്? എന്താ ഇത്തവണ നിങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അല്ല നീ ഒരു ഡ്രൈവറുടെ ഭാര്യ ആയതുകൊണ്ടല്ലേ നിനക്കിവിടെ മര്യാദ കിട്ടാത്തത്. നിന്നെ ആരും ഇവിടെ ബഹുമാനിക്കുന്നില്ല. അവരൊക്കെ വലിയ വീട്ടിലെ പെൺകുട്ടികളായ കാരണം കണ്ടില്ലേ അവരെയൊക്കെ അമ്മ എങ്ങനെ സ്നേഹിക്കുന്നത്. അവരുടെ ജോലിയും അങ്ങനെയുള്ളതാണ്. പക്ഷേ ഞാൻ മാത്രം ഒരു ഡ്രൈവറായിപ്പോയി. അതുകൊണ്ടാണല്ലോ നിനക്കിതെല്ലാം സഹിക്കേണ്ടി വരുന്നത്. നിനക്ക് സങ്കടമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ എവിടെയാണോ ഉള്ളത്? നിങ്ങൾ എൻ്റെ അടുത്തുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? എനിക്കൊരു സങ്കടവും. പിന്നെ റൂമിൽ കിടന്നാലേ ഉറക്കം വരുമോ എന്നൊന്നും ഇല്ലല്ലോ. ഞാനും എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെ കിടക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങും. റൂമിൽ കിടക്കണം, ബെഡിൽ കിടക്കണം എന്നൊന്നും എനിക്ക് ശീലമില്ല. പിന്നെ ഇവിടെ എന്തൊരു കാറ്റാ. ആ AC റൂമിൽ കിടന്ന് വല്ല അസുഖം വരും. ഈ കാറ്റ് കൊണ്ടാലേ നമുക്ക് ഒരു അസുഖം വരില്ല.